യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ഗൾഫ് രാജ്യങ്ങളുമായുള്ള വിമാന സർവീസ് ഓരോന്നായി പുനഃസ്ഥാപിച്ചു വരികയാണ്. രോഗവ്യാപനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് നേരിട്ട് വരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ UAE, കുവൈറ്റ്, ഖത്തർ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ വിമാന സർവീസിന് അനുമതി നൽകിയ സ്ഥിതിക്ക് നിബന്ധനകളുമായി എയർ ഇന്ത്യ രംഗത്ത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ വിമാനത്താവളത്തിലെത്തുന്ന UAE യാത്രക്കാർ 6 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. വിമാനത്താവളത്തിൽ റാപ്പിഡ് PCR പരിശോധന നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് എയർലൈനിന്റെ നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത്. യാത്രയുടെ 4 മണിക്കൂർ മുൻപാണ് പരിശോധന നടത്തേണ്ടത്. അതിനാൽ യാത്രക്കാർ വിമാനത്താവളത്തിൽ നേരത്തെ എത്തി പരിശോധനാ കൗണ്ടറിൽ കൃത്യസമയത്തിന് ഹാജരായിരിക്കണം. യാത്രയ്ക്ക് 2 മണിക്കൂറിനുള്ളിൽ കൗണ്ടറിൽ പരിശോധന അനുവദിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള യാത്രയ്ക്ക് വാക്സിനേഷൻ വേണമെന്ന നിബന്ധന എമിറേറ്റ്സും ഒഴിവാക്കിയിട്ടുണ്ട്. എയർലൈന്റെ വെബ്സൈറ്റിലെ പുതിയ സർക്കുലറിലാണ് വാക്സിനേഷൻ നിബന്ധന ഒഴിവാക്കിയതായുള്ള വാർത്തകൾ വന്നത്. ഇതോടെ ദുബായ് വിസയുള്ളവർക്ക് വാക്സിനേഷൻ ഇല്ലാതെ തന്നെ മടങ്ങാൻ സാധിക്കും. അതേസമയം അബുദാബി, ഷാർജ ഉൾപ്പെടെയുള്ള എമിറേറ്റുകളിൽ വിസയുള്ളവർക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. വാക്സിനേഷൻ വേണമെന്ന നിബന്ധന എയർ ഇന്ത്യയും വിസ്താര എയർലൈൻസും നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. നേരത്തെ ഇറക്കിയ സർക്കുലറിൽ UAEയിൽ നിന്നെടുത്ത വാക്സിൻ നിർബന്ധമാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പുതിയ സർക്കുലർ പ്രകാരം GDRFയുടെ അനുമതിയും 48 മണിക്കൂറിനുള്ളിലെടുത്ത PCR പരിശോധനാ ഫലവും 4 മണിക്കൂറിനുള്ളിലെടുത്ത റാപ്പിഡ് PCR പരിശോധനാ ഫലവും ഉണ്ടെങ്കിൽ ദുബായിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ്. നിലവിൽ ദുബായ് വിസക്കാർക്ക് മാത്രമേ ദുബായിലെ വിമാനത്താവളങ്ങളിലേക്ക് പ്രവേശനാനുമതി നൽകുന്നുള്ളൂ. അതിനാൽ പുതിയ സർക്കുലർ പ്രകാരമുള്ള നിബന്ധനയുടെ ഗുണം ലഭിക്കുന്നത് ദുബായ് വിസക്കാർക്ക് മാത്രമായിരിക്കും. അതേസമയം പല രാജ്യങ്ങളോടും യാത്രാ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. യാത്രാ നിയന്ത്രണം മൂലം നിരവധി പേരാണ് ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ തിരിച്ചുപോക്കിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യാത്രാ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണന നൽകുന്നതെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.